السلام عليك أيها النبي ورحمة الله وبركاته. 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 إلهي أنت مقصودي ورضاك مطلوبي. إلهي أنت مقصودي ورضاك مطلوبي. إلهي أنت مقصودي ورضاك مطلوبي. حسبنا الله ونعم الوكيل ونعم المولى ونعم النصير. حسبنا الله ونعم الوكيل ونعم المولى ونعم النصير. حسبنا الله ونعم الوكيل ونعم المولى ونعم النصير. غفرانك ربنا وإليك المصير. غفرانك ربنا وإليك المصير. غفرانك ربنا وإليك المصير. دعوة فيها سبحانك اللهم وتحيته فيها سلام وآخر دعوه الحمد لله رب العالمين. آمين 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 آمين. കാരുണ്യവാനായ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ചാരിറ്റി വില്ലേജിലെ സാധുക്കളായ സഹോദരങ്ങളോടൊപ്പമുള്ള ഈ ദുആഇന്റെ ദിക്റിന്റെ മജ്ലിസിനെ ഖബൂൽ ചെയ്യുമാറാകട്ടെ. നമ്മൾ ഓതിയ പരിശുദ്ധ ഖുർആൻ, ദിക്ർ, സ്വലാത്ത്, സലാം, തസ്ബീഹാത്തുകൾ, പരിശുദ്ധ ഖുർആനിന്റെ പാരായണം മുഴുവനും അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. അതിന്റെ എല്ലാ പ്രതിഫലങ്ങൾ ഹഖ് ജാഹ് ബർക്കത്തുകൊണ്ട് ഇവിടെ ഒരുമിച്ച് കൂടിയ ഓരോ വ്യക്തികളുടെയും മനസ്സിന്റെ ഹലാലായ മുഴുവൻ ആഗ്രഹങ്ങൾ, അഭിലാഷങ്ങൾ റഹ്മാൻ റഹീമായ റബ്ബ് സഫലീകരിച്ചു കൊടുക്കട്ടെ. എല്ലാ വിഷമങ്ങളും, പ്രയാസങ്ങളും, രോഗങ്ങളും, ദുരിതങ്ങളും, കടബാധ്യതകളെയും ഞെരുക്കങ്ങളെയും അല്ലാഹു റബ്ബുൽ ആലമീൻ എല്ലാവർക്കും മാറ്റി കൊടുക്കുമാറാകട്ടെ. വിശിഷ്യ പ്രത്യേകം ദുആ വസിയത്ത് ചെയ്തവർ നാൾ ഇതുവരെയുള്ള ഈ സ്ഥാപനത്തിന്റെ സഹായികൾ എല്ലാവരെയും അല്ലാഹു ഖബൂൽ ചെയ്യട്ടെ, സ്വീകരിക്കുമാറാകട്ടെ. അർഹമായ പ്രതിഫലം ദുനിയാവിലും ആഖിറത്തിലും അല്ലാഹു റബ്ബുൽ ആലമീൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വിശിഷ്യ ഇന്നത്തെ ദിവസം പ്രത്യേക ദുആ വസിയത്ത് ചെയ്ത് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട്. ഇവിടെ എത്താൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും വിദൂരങ്ങളിലും വിദേശ നാടുകളിൽ നിന്നൊക്കെ ദുആ ചെയ്യാൻ പറഞ്ഞവരുണ്ട്. മാസവരിയും മറ്റ് സഹായങ്ങളൊക്കെ നൽകുന്നവരുണ്ട്. അവരുടെ എല്ലാ ഹലാലായ മുറാദുകളെയും കാരുണ്യവാനായ റബ്ബ് സഫലീകരിച്ചു കൊടുക്കട്ടെ, നിറവേറ്റി കൊടുക്കുമാറാകട്ടെ. വിശേഷ ഇന്ന് ഈ സ്ഥാപനത്തിന്റെ പുതിയ അനക്സ് പ്രവർത്തിക്കുന്ന ആയൂർ കരാളിക്കുളം പുതിയ സ്ഥാപനത്തിന്റെ ഓണർമാരായ അവിടുത്തെ ബഹുമാന്യരായ സുബൈർ സാറും അതുപോലെ അവരുടെ ഭാര്യ ബഹുമാന്യ ഡോക്ടർ സോഫിയ ബാനും അവരുടെ മക്കളും കുടുംബാദികളും ഒക്കെ ദുആഇന് വേണ്ടി എത്തിയിട്ടുണ്ട്. അവരുടെ എല്ലാവരുടെയും നിയ്യത്തിനെ അല്ലാഹു ഖബൂൽ ചെയ്യുമാറാകട്ടെ. അർഹമായ പ്രതിഫലം ദുനിയാവിലും ആഖിറത്തിലും ഒക്കെ അല്ലാഹു നൽകുമാറാകട്ടെ. അവരുടെ കുടുംബങ്ങളിൽ നിന്നും മരണപ്പെട്ടു പോയ മുഴുവൻ ആളുകളെയും ഖബർ ജീവിതങ്ങളെ അല്ലാഹു ബറക്കത്തിലാക്കി കൊടുക്കുമാറാകട്ടെ. വിശേഷിച്ച് അവരുടെ മരുമകൻ ഡോക്ടർ ഇഖ്ബാല്, ഡോക്ടർ ഫമിദ സുബൈർ, ഇവർ രണ്ടുപേരും അവരുടെ 3 മക്കള്, അതുപോലെ ഡോക്ടർ ഇഖ്ബാൽ സാഹിബിന്റെ മാതാപിതാക്കൾ,
അവരുടെ അടങ്ങുന്ന കുടുംബങ്ങൾ എല്ലാവർക്കും എല്ലാവിധ ആഫിയത്തും ഖൈറും അല്ലാഹു റബ്ബുൽ ആലമീൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളെയും പ്രയാസങ്ങളെയും അല്ലാഹു മാറ്റി കൊടുക്കുമാറാകട്ടെ. ആരോഗ്യത്തോടെ റാഹത്തായ ജീവിതം അല്ലാഹു അവർക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇരുവരുടെയും ജോലിയിലും മറ്റു കുടുംബ ജീവിതത്തിലൊക്കെ അല്ലാഹു ബറക്കത്തും ഖൈറും സ്നേഹവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നല്ല സംതൃപ്തിയോടെ ജീവിക്കുന്ന ഭാര്യ ഭർത്തൃ ദമ്പതിമാരായി മരണം വരെയും നിലനിന്ന് പോകാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അവരുടെ സന്താനങ്ങൾ ആ സന്താനങ്ങൾക്ക് എല്ലാ അർത്ഥത്തിലും മാതൃകയാക്കാവുന്ന മാതാപിതാക്കളായ അല്ലാഹുവിനെ കബൂൽ ചെയ്യുമാറാകട്ടെ. മാനസികവും ശാരീരികവുമായ എല്ലാ അസ്വസ്ഥതകളെയും അല്ലാഹു മാറ്റി കൊടുക്കുമാറാകട്ടെ. അവരുടെ മക്കളുടെ പഠനത്തിലും മറ്റുമൊക്കെ അല്ലാഹു പുരോഗതിയും ഉന്നതമായ വിജയവും അല്ലാഹു നൽകുമാറാകട്ടെ. അവരുടെ മാതാപിതാക്കൾക്ക് സന്തോഷം നൽകുന്ന മക്കളാക്കി ആ മക്കളെ അല്ലാഹു കബൂൽ ചെയ്യട്ടെ. എല്ലാവിധ ആഫത്തും എല്ലാ മുസീബാത്തിൽ നിന്നും അല്ലാഹു മോചിപ്പിക്കുമാറാകട്ടെ. അതുപോലെ സുബൈർ സാറിനും ഡോക്ടർ സോഫിയ ബാനു രണ്ടുപേരുടെയും ശാരീരികവും മാനസികവുമായ എല്ലാ അസ്വസ്ഥതകളെയും രോഗങ്ങളും മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്ന രോഗാവസ്ഥയിൽ കഴിയുന്ന രണ്ടുപേരുടെ ആരോഗ്യപരമായ എല്ലാ പ്രതിസന്ധികളെയും അല്ലാഹു മാറ്റിക്കൊടുക്കുമാറാകട്ടെ. പരിപൂർണമായ ആരോഗ്യവും ആഫിയത്തും റഹീമായ റബ്ബ് നൽകി അനുഗ്രഹിക്കട്ടെ. റാഹത്തായ സമാധാനത്തിൽ അധിഷ്ഠിതമായ ജീവിതം അല്ലാഹു റബ്ബുൽ ആലമീൻ അവർക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവരുടെ മകൻ ഡോക്ടർ മുഹമ്മദ്, അവരുടെ ഭാര്യ ഡോക്ടർ അർഷി, രണ്ടുപേർക്കും അല്ലാഹു ഖൈറും ബറക്കത്തും നൽകട്ടെ. അവരുടെ മക്കൾക്കും കുടുംബത്തിനും ഒക്കെ എല്ലാവിധ ഖൈർ നിഅമാത്തുകൾ അല്ലാഹു നൽകുമാറാകട്ടെ. ജോലിയിൽ അല്ലാഹു ബറക്കത്ത് നൽകട്ടെ. പ്രസവത്തോടടുക്കുന്ന ഡോക്ടർ അർഷിക്ക് അല്ലാഹു നല്ല റാഹത്തായ സുഖപ്രസവം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സ്വാലിഹായ ഒരു കുഞ്ഞിന് ജന്മം നൽകാൻ അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു ഡോക്ടർ മുഹമ്മദിന്റെ ഭാര്യ മാതാപിതാക്കൾ അബ്ദുൾ റഷീദ് സാഹിബ്, ഭാര്യ ഷാജിദ ബിവി, നമ്മുടെ പരിസരത്ത് തന്നെ തോന്നയ്ക്കൽ എൻ്റെ നാടിൻ്റെ പരിസരത്ത് അൽ റഷാജ് ഓഡിറ്റോറിയം ഒക്കെ നടത്തുന്ന ആ പ്രസ്ഥാനത്തിൻ്റെ സംരംഭത്തിൻ്റെ ആളുകൾ, അവർക്ക് എല്ലാവർക്കും എല്ലാവിധ ഖൈറും ബറക്കത്തും അല്ലാഹു റബ്ബുൽ ആലമീൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവരുടെ കുടുംബ ജീവിതത്തിന്റെ നിഖില മേഖലകൾ അല്ലാഹു ബറക്കത്തിലാക്കി കൊടുക്കുമാറാകട്ടെ. അവരുടെ ഉമ്മച്ചാക്ക് അല്ലാഹു ആഫിയത്ത് കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ഉപജീവന പ്രസ്ഥാനങ്ങളിലെ സംരംഭങ്ങളിൽ സ്ഥാപനത്തിലും അല്ലാഹു ബറക്കത്ത് ചെയ്യുമാറാകട്ടെ. ഇവരുടെയും ജീവിതം അല്ലാഹു ഖൈറിലും ബറക്കത്തിലും സന്തോഷത്തിലുമൊക്കെ അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. എല്ലാവിധ നിഅമത്തും അവരുടെ കുടുംബത്തിലുടനീളം അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള കുടുംബം അല്ലാഹുവിന്റെ പ്രത്യേകമായ തൗഫീഖും ബറക്കത്തും ഒക്കെ ഉണ്ടാകട്ടെ. ഇൻഷാ അല്ലാഹ് ഈ വരുന്ന 25-ാം തീയതി മകളുടെയും അതുപോലെ 8-ാം തീയതി മകന്റെയും വിവാഹ ജീവിതത്തിലേക്ക് വലിയ പ്രതീക്ഷയോടെ നടന്നുകൊണ്ടിരിക്കുന്ന നേതാജിപുരം റുബീന എന്ന സഹോദരി, അവരുടെ ഭർത്താവ്, അവരുടെ കുടുംബം അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അവരുടെ മകൻ യാസറിന്റെയും മകൾ നാദിയയുടെയും വിവാഹമാണ് ഈ പറഞ്ഞ തീയതികളിൽ. നല്ല റാഹത്തായ സന്തുഷ്ടമായ സന്തോഷകരമായ ദാമ്പത്യ ജീവിതത്തിലേക്കുള്ള ചുവടുവെപ്പായി ആ രൂപത്തിൽ പ്രതീക്ഷയ്ക്കനുസരിച്ചുള്ള ഉയർന്ന ഒരു സംതൃപ്തമായ ജീവിതം നയിക്കാൻ ഇരുവർക്കും അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവിടെ എല്ലാ കാര്യങ്ങളെയും അല്ലാഹു റാഹത്താക്കി കൊടുക്കുമാറാകട്ടെ. വിവാഹ ജീവിതത്തിലൂടെ സ്വപ്നം കാണുന്ന ഇരു കുടുംബങ്ങളും സ്വപ്നം കാണുന്ന ദീനിയായ എല്ലാ കാര്യങ്ങളെയും അല്ലാഹു അവർക്ക് എളുപ്പമാക്കി അനുകൂലമാക്കി കൊടുക്കുമാറാകട്ടെ. അതുപോലെ ജീവിതം അല്ലാഹു സന്തോഷത്തിൽ സ്വാലിഹീങ്ങളായ സന്താനങ്ങളുടെ ഒരു പരമ്പരയെ തന്നെ അല്ലാഹു നൽകി അനുഗ്രഹിക്കട്ടെ. അവരോടൊപ്പം ഇവിടെ വന്നു ചേർന്ന കുടുംബാദികളായ മാതാപിതാക്കള്, സഹോദരങ്ങള്, ബന്ധുമിത്രാദികൾ ആരെല്ലാം ഉണ്ടോ അവർ ഓരോരുത്തരും മനസ്സിൽ പ്രത്യേകിച്ച് എന്തെല്ലാം നെയ്യത്തുകൾ കരുതി ദുആ ചെയ്യാൻ വസിയത്ത് ചെയ്തു വന്നവരാണോ അതിനൊക്കെ അല്ലാഹു റബ്ബുൽ ആലമീൻ സഫലമാക്കി കൊടുക്കട്ടെ. എല്ലാവിധ ഖൈറും ബറക്കത്തും അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ നെയ്യാറ്റിങ്കര പന്ത സ്വദേശിയായ ഡോക്ടർ നജ്മൽ, അദ്ദേഹത്തിന്റെ മാതാവ് മരണപ്പെട്ടിട്ട് ഒരാണ്ട് കൂടെ പൂർത്തിയാവുകയാണ്. ആ മാതാവിന് അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും ഒക്കെ കൊടുക്കട്ടെ. സ്വർഗം നസീബാക്കുമാറാകട്ടെ. ജന്നാത്തുൽ ഫിർദൗസിന്റെ അഹ്ലികാരിൽ ആ മാതാവിനെയും കുടുംബത്തിനെയും അല്ലാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവിധ ഖൈറും ബറക്കത്തും നൽകുമാറാകട്ടെ. ഈ സ്ഥാപനം ഇന്ന് ഏറ്റവും അധികം പ്രതിസന്ധി നേരിട്ടുകൊണ്ടിരിക്കുന്ന നിത്യോപയോഗ സാധനങ്ങൾ പലതും വാങ്ങുന്നതിൽ വല്ലാതെ വിഷമിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഏറ്റവും അനിവാര്യമായ ഒരു 4 മോട്ടോർ വാങ്ങുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രതിസന്ധിയിൽ സഹായിച്ച അവരുടെ ആ സദഖ അല്ലാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. ആ ഉൽപ്പന്നങ്ങളെല്ലാം പ്രവർത്തിക്കുവോളം കാലം അതിന്റെ പ്രതിഫലം ജാരിയായ നിലയിൽ അല്ലാഹു എത്തിച്ചു കൊടുക്കുമാറാകട്ടെ. അതുപോലെ തിരുവനന്തപുരം സജു എന്ന സഹോദരർക്ക് എല്ലാവിധ ഖൈറും ബറക്കത്തും അല്ലാഹു നൽകുമാറാകട്ടെ. എല്ലാവിധ നിഅമത്തും പടച്ചവൻ കൊടുക്കട്ടെ. അതുപോലെ തേമ്പാമൂട് സജീർ എന്ന സഹോദരന്റെ കുടുംബത്തിന് എല്ലാവിധ ഐശ്വര്യവും ഹലാലായ ആഗ്രഹങ്ങൾ സാധിച്ചു കൊടുക്കുകയും അല്ലാഹു നൽകി അനുഗ്രഹിക്കട്ടെ. കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ടു പോയ ആരെല്ലാം ഉണ്ട് അവർക്ക് എല്ലാവർക്കും മഗ്ഫിറത്തും റഹ്മത്തും അല്ലാഹു റബ്ബുൽ ആലമീൻ നൽകി അനുഗ്രഹിക്കട്ടെ.
പനച്ചമൂട് സുബൈർ കുട്ടി എന്ന സഹോദരൻ, അദ്ദേഹത്തിന് എല്ലാവിധ ഖൈറും ബറക്കത്തും അല്ലാഹു നൽകുമാറാകട്ടെ. എല്ലാവിധ നിഅമത്തും പടച്ചിറപ്പ് കൊടുക്കുമാറാകട്ടെ. പോത്തങ്കോട് ഷിറാസ് ഖാൻ, അദ്ദേഹത്തിന്റെ മാതാവ് മരണപ്പെട്ടിട്ട് കുറച്ച് ദിവസങ്ങളായി. അല്ലാഹുമ്മ ഗ്ഫിർ ലഹാ വറഹംഹാ. ആ മാതാവിന് അല്ലാഹു പുറത്തു കൊടുക്കട്ടെ, സ്വർഗ്ഗം നസീബാക്കട്ടെ, ജന്നാത്തുൽ ഫിർദൗസിൽ അല്ലാഹു ഉൾപ്പെടുത്തുമാറാകട്ടെ. പന്തളം ലൈല എന്ന സഹോദരി അവരുടെ മകന്റെ ഗൾഫ് യാത്ര ഖൈറിലും ബറക്കത്തിലുമാകാൻ ദുആ ചെയ്ത കാര്യം അല്ലാഹു ഖബൂൽ ചെയ്യുമാറാകട്ടെ. ആഗ്രഹിക്കും പോലെ റാഹത്തായ ഒരു ജോലിയിലേക്ക് അല്ലാഹു എത്തിച്ചു കൊടുക്കുമാറാകട്ടെ. പെരുമാതുറ സ്വാദിഖ് എന്ന സഹോദരൻ, അദ്ദേഹത്തിന്റെ നിയ്യത്തിനെ അല്ലാഹു ഖബൂൽ ചെയ്യട്ടെ, ബറക്കത്ത് നൽകി അനുഗ്രഹിക്കട്ടെ. ആഗ്രഹിച്ച കാര്യങ്ങൾ അല്ലാഹു സഫലമാക്കി കൊടുക്കട്ടെ. മടത്തറ അബ്ദുൽ വഹാബ് എന്ന സഹോദരൻ, അദ്ദേഹത്തിന്റെ നിയ്യത്തിനെയും അല്ലാഹു ഖബൂൽ ചെയ്യുമാറാകട്ടെ. ഖൈറും ബറക്കത്തും നിഅമത്തുകളും എല്ലാം അല്ലാഹു റബ്ബുൽ ആലമീൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നെടുമങ്ങാട് മാർക്കറ്റിൽ നിന്നും നസീർ മരണപ്പെട്ടു പോയ അവരുടെ ഭർത്താവ് ബഷീർ സാഹിബിന് വേണ്ടി ദുആ ചെയ്യണം. അല്ലാഹു ഗ്ഫിർ ലഹു, പടച്ചറപ്പ് അവർക്ക് പുറത്തു കൊടുക്കട്ടെ, സ്വർഗ്ഗം നസീബാക്കുമാറാകട്ടെ. ജന്നാത്തുൽ ഫിർദൗസിന്റെ അഹ്ലുകാരിൽ അവരെയും നമ്മയും എല്ലാവരെയും അല്ലാഹു റബ്ബുൽ ആലമീൻ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ മരണപ്പെട്ടു പോയ ഭർത്താവിന് വേണ്ടി ദുആ ചെയ്യാൻ ശ്രീകാര്യത്തുന്ന മിനി എന്ന സഹോദരി, എല്ലാവിധ ഖൈറും ബറക്കത്തും അല്ലാഹു അവർക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവിധ സലാമത്തും അല്ലാഹു നൽകുമാറാകട്ടെ. മറ്റ് നിയ്യത്ത് ചെയ്തിട്ടുള്ള എന്തെല്ലാം വിഷയങ്ങളുണ്ടോ അതൊക്കെ അല്ലാഹു സഫലമാക്കി കൊടുക്കട്ടെ. ഇതുപോലെ ഒറ്റയ്ക്കും കൂട്ടായും എന്തെല്ലാം നിയ്യാത്തുകൾ വസിയത്തുകളുമായി ആരെല്ലാം പറഞ്ഞിട്ടുണ്ടോ, വന്നവരുണ്ടോ, ഈ മജ്‌ലിസിൽ പ്രതീക്ഷയോടെ എത്തിച്ചേർന്നവർ എല്ലാ ആളുകളുടെയും മുഴുവൻ ഹലാലായ ആഗ്രഹങ്ങളും മുറാദുകളും കാരുണ്യവാനായ റബ്ബ് നിറവേറ്റി കൊടുക്കട്ടെ, സഫലമാക്കി കൊടുക്കട്ടെ. ആമീൻ 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 ആമീൻ. بسم الله الرحمن الرحيم. قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد. بسم الله الرحمن الرحيم. قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد. بسم الله الرحمن الرحيم. قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد. بسم الله الرحمن الرحيم. قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد. بسم الله الرحمن الرحيم. قل اعوذ برب الفلق من شر ما خلق ومن شر غاسق اذا وقب ومن شر النفاثات بالعقد ومن شر حاسد اذا حسد. بسم الله الرحمن الرحيم. قل اعوذ برب الناس ملك الناس اله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. الحمد لله رب العالمين الذي أنعم علينا بالإيمان وهدانا إلى دين الإسلام حمدا يوافي نعمه ويكافئ مزيدا. يا ربنا لك الحمد كما ينبغي لجلال وجهك وعظيم سلطانك. سبحانك لا نحصي ثناء عليك أنت كما أثنيت على نفسك فلك الحمد ولك الشكر حتى ترضى. اللهم صل على سيدنا محمد وعلى آل سيدنا ونبينا ومولانا محمد. اللهم انزل المقعد المقرب عندك يوم القيامة. اللهم ارزقنا في الدنيا زيارته وفي الآخرة شفاعته ولا تحرمنا رؤيته وأوردنا حوضه المورود واحشرنا غدا في زمرته تحت ظل لوائه المعقود. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. اللهم بارك لنا في كل أمورنا خصوصا في اجتماعنا هذا بركة ورحمة وسلامة تامة يا راحم المساكين. اللهم اغفر لنا ولوالدينا ولمشايخنا ولأساتذتنا ولإخواننا ولأخواتنا ولأقاربنا ولجيراننا ولمن أعاننا ولمن أوصانا بالدعاء ولسائر المسلمين عما يا رب العالمين.
اللهم بارك لنا في كل أمورنا خصوصا فيما أعطيتنا وبارك لنا فيما تعطينا وارزقنا خير الدنيا وخير الآخرة واصرف عنا شر الدنيا وشر الآخرة اللهم سلمنا وسلم أهلنا وسلم كل من تعلقوا بنا وسلم كل من تعلقوا بنا خصوصا وتعلقوا بإدارتنا هذا من كل آفات الدارين وارزقنا وإياهم من سعادات الدارين اللهم اشف أمراضنا وأمراض أهالينا وأمراض مرضانا وأمراض أولادنا وأمراض كل من تعلقوا بنا خصوصا وتعلقوا بإدارتنا هذا الأمراض الظاهرية والباطنية والروحانية والجسمانية وسائر أمراض تافهة التي تضل العلم والعبادة وإشاعتها يا راحم المساكين اللهم اجعل جمعنا هذا جمعا مرحوما وتفرقنا من بعده تفرقا معصوما اللهم ربنا لا تجعل منا ولا فينا ولا معنا شقيا ولا مطرودا ولا محروما اللهم ربنا عليك توكلنا وإليك نبنا وإليك المصير أرحم الرحيم يا الله സ്നേഹനിധിയായ കരുണാവാരിധിയായ റഹ്മാനെ കാരുണ്യത്തിന്റെ കടാക്ഷമായ അല്ലാഹ് പാപികളായ ദോഷികളായ ഒരു കൂട്ടം നിന്റെ അടിമകൾ നിന്റെ മുമ്പിലേക്ക് കൈനീട്ടുന്നു അല്ലാഹുവേ പാപമംഗലമായ കരങ്ങളോടെ നിന്റെ മുമ്പിലേക്ക് വരുന്ന ഈ അടിയാറുകൾ നീ നിഷ്കളങ്കരാണ് പടച്ചവനെ അല്ലാഹുവേ ഞങ്ങളെ തട്ടിമാറ്റിക്കളയില്ല അല്ലാഹുവേ ഇന്നേ വരെ നീ നൽകിയ നിഅമാത്തുകളൊക്കെയും ജീവിതത്തിൽ ഉപയോഗപ്പെടുത്തി ആസ്വദിച്ചുകൊണ്ട് നിന്നെ മറന്ന് ധിക്കരിച്ച ധിക്കാരികളായി പാപികളായി പോയതിന്റെ പേര് നീ ഞങ്ങളെ പരാജിതരിലേക്ക് മാറ്റി നിർത്തല്ല പടച്ചവനെ അറിഞ്ഞും അറിയാതെയും രഹസ്യമായും പരസ്യമായും ഒറ്റയ്ക്കും കൂട്ടായും ഇന്നേ വരെ ചെയ്തു പോയ തെറ്റുകൾക്ക് കുറ്റങ്ങൾക്ക് കണക്കില്ല അതെല്ലാം നിന്റെ മുമ്പിൽ സുവ്യക്തമാണല്ലോ പടച്ചവനെ നിന്റെ നന്മതിന്മകൾ എഴുതപ്പെടുന്ന ഗ്രന്ഥത്തിൽ സുവ്യക്തമാണല്ലോ നാളെ നമ്മളെല്ലാം മുഴുപിരിഞ്ഞ് നിന്റെ മുമ്പിലേക്ക് ഒരുമിച്ച് കൂട്ടപ്പെടുന്ന പെൻസറ എന്ന വിചാരണയുടെ കോടതിയിൽ ആ കോടതിയിൽ ഞങ്ങൾ ഒരുമിച്ച് നിർത്തിയിട്ട് പടച്ചവേ ഞങ്ങളുടെ കിതാബ് വായിക്കുമ്പോ പരാജിതരിലേക്ക് മാറി നിൽക്കപ്പെടേണ്ട നഷ്ടവാളികളെ ഞങ്ങളെ പെടുത്തല്ല പടച്ചവനെ ഇന്നേ വരെ സംഭവിച്ചു പോയ സർവമാന പിഴവുകൾക്ക് നീ മാപ്പ് തരണമല്ല പാപമോചനം നൽകണയല്ല ഞങ്ങളുടെ മാതാപിതാക്കൾ ഉസ്താദുമാര് നാളിതുവരെയുള്ള ഞങ്ങളുടെ സായികൾക്ക് പുറത്തു കൊടുക്കണേ അല്ലാ ഞങ്ങളുടെ സന്താനങ്ങള് സഹോദരങ്ങള് സൗഹൃദ ബന്ധങ്ങൾ വേണ്ടപ്പെട്ടവർ എല്ലാം ഉണ്ടോ ഒക്കെ നീ മാപ്പാക്കണം അല്ലാ പുറത്തു കൊടുക്കണം റഹ്മാനെ പടച്ചറപ്പേ ഏതെല്ലാം പ്രയാസങ്ങൾ പ്രതിസന്ധികൾ ഇവരെല്ലാം അനുഭവിക്കുന്നുണ്ടോ ഒക്കെ നീ റാഹത്താക്കി കൊടുക്കണം അല്ലാഹുവേ ഞങ്ങളുടെ വേണ്ടപ്പെട്ട പലരും പല നിയാത്തുകളുമായി ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട് പടച്ചറപ്പേ പാപങ്ങൾ എന്തെന്ന് പോലും കൃത്യമായി മനസ്സിലാക്കാൻ കഴിയാതെ ഈ മനുഷ്യലോകത്ത് നിന്റെ മനുഷ്യരോടൊപ്പം ജീവിക്കുന്ന സാധുക്കളായ നിന്റെ പരീക്ഷണം പേര് ജീവിക്കുന്ന ഒരു കൂട്ടം നിഷ്കളങ്കരായ സഹോദരങ്ങൾ ആ സഹോദരങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള അഭയസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഈ സ്ഥാപനത്തിന്റെ ഈ ചാരിറ്റി വില്ലേജ് എന്ന പ്രസ്ഥാനത്തിന്റെ ഇന്നേ വരെയുള്ള പ്രവർത്തന പാത പടച്ചറപ്പേ അതിന്റെ പ്രവർത്തന പാതയിൽ നിനക്ക് മർദിയായി എന്തെങ്കിലും ഒരു അമലെങ്കിലും ഉണ്ടായിട്ടുണ്ടാകുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു ഇന്നേ വരെ ചെയ്തു പോയ പ്രവർത്തനങ്ങൾ നിനക്ക് സ്വീകാര്യമായ നിനക്ക് ഇഷ്ടപ്പെടുന്ന ഒരു കർമ്മമെങ്കിലും ഉണ്ടാകുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു പടച്ചവനെ ആ വിശ്വാസത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ചോദിക്കുന്നു റഹ്മാനേ പടച്ചവരെ ഇന്നത്തെ ദിവസത്തിൽ കൂടെ ഒരുമിച്ച് കൂടിയ ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത ഈ സ്ഥാപനത്തിനെ സ്നേഹിക്കുന്ന ആരെല്ലാം എവിടെ നിന്നെല്ലാം ദുആ കൊണ്ട് വസിയത്ത് ചെയ്തോ ഇവിടെ എത്താൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും പ്രതീക്ഷയോടെ കഴിയുന്നവരുണ്ടോ ഇന്നേവരെ നിന്റെ സഹകാരികളായി സഹായികളായി കഴിഞ്ഞു പോയവരുണ്ടോ ഇന്ന് നിന്റെ ശോഭനമായ ഭാവി കണ്ടുള്ള അഭ്യുദയകാംക്ഷികളായവർ കഴിയുന്നവരുണ്ടോ അവർക്കൊക്കെയും എല്ലാവിധ ഖൈറും നൽകണേ അല്ലാഹ് ഈ മുഴുവൻ ഹസനാത്തുകൾ
നന്മകളുടെ പ്രതിഫലവും അതിന്റെ മിസ്ല സവാബും അതിന്റെ ബറക്കത്തും ജീവിതത്തിലുടനീളം നൽകണേ അല്ലാഹ്. പടച്ച റബ്ബേ, നിന്റെ സാധുക്കളായ അടിമകൾക്ക് വേണ്ടി ഖിദ്മത്ത് ചെയ്യുന്ന നിന്റെ അടിമകൾക്ക് നീ എന്തെല്ലാം കരുണയുടെ കവാടങ്ങൾ തുറന്നു കൊടുക്കോ, നിന്റെ പ്രത്യേകമായ എന്തെല്ലാം സഹായങ്ങൾ സഹകരണങ്ങൾ നീ നൽകുമോ അതൊക്കെ നീ നൽകണേ അല്ലാഹ്. അതൊക്കെ നീ നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ. റഹ്മാനായ റബ്ബേ, ഇന്നത്തെ ദിവസത്തിലും എല്ലാ ആഴ്ചയിലും നടക്കുന്ന ദുആഇന്റെ ഈ മജ്ലിസുകള് പടച്ചവനെ വെള്ളിയാഴ്ച രാവുകളിൽ ജുമുഅ ദിവസത്തിലും അതുപോലെ ഞായറാഴ്ചയുടെ തിങ്കളാഴ്ച രാവിലുമായി പടച്ച റബ്ബേ നിന്റെ മുമ്പിൽ കൈനീട്ടപ്പെടുന്ന ഈ മജ്ലിസിൽ എന്തെല്ലാം നിയ്യാത്തുകളുമായി ഇന്നേ വരെ ദുആ വസിയത്ത് ചെയ്ത ആരെല്ലാം ഉണ്ടോ അവിടെ മുഴുവൻ ഹലാലായ മുറാദുകളെ നീ സഫലമാക്കണേ അല്ലാഹ്. നീ ബറക്കത്തിനാക്കി കൊടുക്കണേ അല്ലാഹ്. പടച്ചവനെ റഹ്മാനായ റബ്ബേ, ശൂന്യമായ ഒരു അന്തരീക്ഷത്തിൽ നിന്ന് ഇന്നീ കാണുന്ന പ്രവിശാലമായ ഒരു പ്രസ്ഥാനമായി ലോകമറിയുന്ന അവസ്ഥയിലേക്ക് ഉയർന്നു വരുമ്പോ ഇന്നേ വരെയുള്ള പിന്നിട്ട പാതയിൽ മനസ്സാ വാചാ കർമ്മണ ശാരീരികമായി മാനസികമായി സാമ്പത്തികമായി ഒരു വാക്കുമുണ്ടെങ്കിലും ഇതിന്റെ ഖൈറിന് വേണ്ടി സഹായിച്ച സഹകരിച്ചാരെല്ലാം ഉണ്ടോ പടച്ചവനെ അവരുടെ മുഴുവൻ ഹലാലായ ആഗ്രഹങ്ങളും മുറാദുകളും നിയ്യാത്തുകള് നീ സഫലമാക്കി കൊടുക്കണേ അല്ലാഹ്. പടച്ചവനെ അവരിൽ നിന്ന് മരണപ്പെട്ട് നിന്നിലേക്ക് വന്നവരുടെ ഖബറുകളെ അവസ്ഥകളെ നീ റാഹത്താക്കണം അല്ലാഹ്. ജന്നാത്തുൽ ഫിർദൗസിന്റെ അലികാരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണം റഹ്മാനെ. നീ സന്തോഷകരമായ പരലോകം നൽകണേ അല്ലാഹ്. അല്ലാഹുവേ റഹ്മാനായ റബ്ബേ, ഇന്നിവിടെ ദുആഇന്റെ ലിസ്റ്റ് വായിക്കപ്പെടുമ്പോ ഒട്ടേറെ സഹോദരങ്ങളെ സഹോദരിമാരും ഉമ്മമാരും പെങ്ങന്മാരും കൊച്ചനുജന്മാർ അനുജത്തിമാർ അവർക്ക് വേണ്ടി ദുആ ചെയ്യാൻ പറഞ്ഞവരാണ് റബ്ബേ. അല്ലാഹുവേ, അതിൽ നല്ലൊരു ശതമാനം ഇവിടെ വന്നു ചേർന്നിട്ടുണ്ട് അല്ലാഹ്. പടച്ചവരെ ഇവിടെ വരാൻ കഴിഞ്ഞില്ലെങ്കിൽ ദുആ വസിയത്ത് ചെയ്തിട്ട് പ്രതീക്ഷയോടെ കഴിയുന്നവരുണ്ട് റബ്ബേ. അവർ ഓരോ വ്യക്തികളും മനസ്സിൽ കരുതിയ നിയ്യത്ത് എന്താണോ ആ മുറാദിനെ നിയ്യത്തിനെ നിന്റെ മുമ്പിൽ വ്യക്തമാക്കി പറയേണ്ടതില്ലല്ലോ അല്ലാഹ്. അവരുടെ മനസ്സിന്റെ ഉള്ളിലെ ഹലാലായ ആഗ്രഹങ്ങൾ അഭിലാഷങ്ങൾ അറിയുന്ന റബ്ബേ, ആ മനസ്സുകളുടെ ആശങ്കയും പ്രയാസവും അങ്കലാപ്പും അറിയുന്ന അല്ലാഹ് ഒക്കെ നീ റാഹത്താക്കി കൊടുക്കണേ അല്ലാഹ്. പടച്ചവനെ അവരുടെ ജീവിതങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാവിധ ഖൈറും ഉയർച്ചകളും നൽകണം അല്ലാഹ്. സ്വസ്ഥതയും സമാധാനവും ഉള്ള ജീവിതം നൽകണേ അല്ലാഹ്. കുടുംബ ജീവിതം, ഉപജീവന മാർഗം, വരുമാന മാർഗങ്ങൾ നീ ബറക്കത്തിലാക്കി കൊടുക്കണം അല്ലാഹ്. പടച്ചവരെ അവർ വസിയത്ത് ചെയ്ത ഖബറാളികളായി മരണപ്പെട്ട് നിന്നിലേക്ക് വന്നവർ നിന്റെ അടുക്കൽ നിന്നവർ ഏത് അവസ്ഥയിലാണ് കഴിയുന്നതെന്ന് ഞങ്ങൾക്ക് ആർക്കും അറിയില്ല റബ്ബേ. ആ ഖബറുകളുടെ ജീവിതം നീ റാഹത്താക്കി കൊടുക്കണം റഹ്മാനെ. ആ ഖബറുകളെ നീ പ്രകാശപൂരിതമാക്കി കൊടുക്കണേ അല്ലാഹ്. ജന്നാത്തുൽ ഫിർദൗസിന്റെ അഹ്ലുകാരിൽ പെടുത്തണം അല്ലാഹ്. നാളെ പാരത്രിക ലോകത്തെ വിജയികളിൽ ഉൾപ്പെടുത്തണം അല്ലാഹ്. നിന്റെ വിജയികളോടൊപ്പം നീ നാളെ വിളിക്കണേ അല്ലാഹ്. കാരുണ്യവാനായ റഹ്മാനായ അല്ലാഹ്, പടച്ചവരെ വിദ്യാഭ്യാസപരമായ പുരോഗതിക്ക് വേണ്ടി, ഖൈറായ ജോലിക്ക് വേണ്ടി, ലഭിച്ച ജോലിയുടെ ബറക്കത്തിന് വേണ്ടി, ആ ജോലിയുടെ പുരോഗതിക്കും അതിന്റെ പ്രൊമോഷനും വേണ്ടി അല്ലാഹുവേ ജോലിയുടെ കാലത്തിൽ റാഹത്തായി ജോലി നിർവഹിക്കാനുള്ള സന്തോഷത്തോടെ ജോലി നിർവഹിച്ചു പോകാൻ ഇങ്ങനെ വിവിധ തരത്തിലുള്ള നിയാത്തുകൾ പറഞ്ഞവരുണ്ട് റബ്ബേ. ഒക്കെ നീ സഫലമാക്കി കൊടുക്കണേ അല്ലാഹ്. പടച്ചവരെ മക്കളുടെ ഭാവി നല്ല ബറക്കത്തിലാക്കണം അല്ലാഹ്. ആ മക്കളുടെ എല്ലാവരുടെയും വിദ്യാഭ്യാസ പുരോഗതി നൽകണം അല്ലാഹ്. അല്ലാഹുവേ, വൈവാഹിക ജീവിതത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്നവരുടെ ദുആ വസിയത്തുണ്ട് റബ്ബേ. അവർ ആഗ്രഹിക്കുന്നത് പോലെ റാഹത്തായ വിവാഹ കുടുംബ ജീവിതം നൽകണം അല്ലാഹ്. പടച്ച റബ്ബേ, വിവാഹ ജീവിതം ഇപ്പോഴും സ്വപ്നം മാത്രമായി കണ്ട് ഇന്നും അനുയോജ്യമായ ഇണകളെ കിട്ടാതെ പരക്കമ്പാഞ്ഞ് നടക്കുന്ന പലരുമുണ്ട് റബ്ബേ. അല്ലാഹുവേ, അവർക്ക് അനുയോജ്യമായ വധുവരന്മാരെ എത്തിച്ചു കൊടുക്കണം അല്ലാഹ്. റാഹത്തായ കുടുംബ ജീവിതത്തിലേക്ക് നീ പ്രവേശിപ്പിക്കണം അല്ലാഹ്. അതിലൂടെ സ്വാലിഹീങ്ങളായ മക്കളെ കൊടുക്കണേ അല്ലാഹ്. അല്ലാഹുവേ, വിവാഹ ജീവിതം വർഷങ്ങൾ പിന്നിട്ടിട്ട് ഇന്നേ വരെ ഒരു സന്താനത്തിനെ കാണാൻ കഴിയാത്തതിന്റെ വിഷമത്തിലായി കണ്ണീരിലായി കഴിയുന്ന എത്രയോ സാധുക്കളായ സഹോദരങ്ങൾ ദുആ ചെയ്യാൻ പറഞ്ഞവരുണ്ട് റബ്ബേ. അവർക്കെല്ലാവർക്കും സാലിഹീങ്ങളും സാലിഹാത്തുകളും ആരോഗ്യവാന്മാരും ആരോഗ്യവതികളും സുന്ദരന്മാരും സുന്ദരിമാരുമായ ആൺപെൺ മക്കളെ കൊടുക്കണം അല്ലാഹ്. ആ
ജീവിതങ്ങളെ നീ ധന്യമാക്കണം അല്ലാ. ആ മക്കൾക്കും മാതാപിതാക്കൾക്കും പരസ്പരം സന്തോഷിക്കാൻ സംതൃപ്തിയാകാനുള്ള റാഹത്തായ ജീവിതം നൽകണേ അല്ലാ. പടച്ചവനെ കച്ചവട മേഖല, ഉദ്യോഗ മേഖല, മറ്റു ഉപജീവന മാർഗങ്ങൾ അവലംബിച്ച് കഴിയുന്ന പലരുമുണ്ട് റബ്ബേ. പ്രവാസ ലോകത്തിന്റെ കഷ്ടപ്പെടുന്ന മണലാരുണ്യത്തിൽ മലഞ്ചെരുവുകളിൽ കരിമ്പാറക്കൂട്ടങ്ങൾക്കിടയിൽ വെട്ടപ്പാടിന്റെ എരിപൊരിയുന്ന വെയിലത്ത് പണിയെടുത്ത് കഷ്ടപ്പെടുമ്പോഴും ഈ സ്ഥാപനം പോലെയുള്ള സ്ഥാപനങ്ങളുടെ സാധുക്കൾക്ക് വേണ്ടി ഒരു വിഹിതം മാറ്റിവെച്ചുകൊണ്ട് സഹായിച്ച ഒട്ടേറെ പ്രവാസികളുണ്ട് റബ്ബേ. അവരുടെ ജീവിതങ്ങളെല്ലാം വിഷമത്തിലാണ് അല്ലാ. ആ പ്രവാസികളെ നീ ഏറ്റെടുക്കണം റബ്ബേ. അവരുടെ ജീവിതം നീ ബറക്കത്തിലാക്കി കൊടുക്കണം അല്ലാ. അല്ലാഹുവേ, എല്ലാവിധ ഖൈർ ബറകാത്തുകളും അവർക്ക് കുടുംബങ്ങൾക്കും നൽകണം അല്ലാ. എല്ലാവിധ നിഅമത്തും നൽകണേ അല്ലാ. പടച്ചറബേ, ഈ സ്ഥാപനം ഇന്നത്തെ അവസ്ഥയിലേക്ക് എത്തിച്ചേരുമ്പോൾ ഇതേവരെ പിന്നിട്ട നിർമ്മാണ കാര്യങ്ങളെ സഹായിച്ചവരുണ്ട് അല്ലാ. നിന്റെ പരിശുദ്ധമായ നിന്റെ ഭവനത്തിന് വേണ്ടി നിനക്ക് വേണ്ടി സുജൂദ് ചെയ്യാൻ അല്ലാഹുവേ, വരുന്ന റമദാന് മുമ്പ് തന്നെ പ്രവർത്തനം ആരംഭിച്ച് നമസ്കാരം ആരംഭിക്കാൻ ആഗ്രഹിക്കുന്ന ജമാഅത്ത് ആഗ്രഹിക്കുന്ന ആ പരിശുദ്ധ ഭവനത്തിന്റെ നിർമ്മാണം എത്രയും വേഗം നീ പൂർത്തീകരിച്ചു തരണേ അല്ലാ. അതിന് തടസ്സമായി മുമ്പിലുള്ള സാമ്പത്തിക പ്രതിസന്ധിക്ക് നീ എത്രയും വേഗം ഖൈറിന്റെ ബറക്കത്തിന്റെ വഴികൾ തുറക്കണം അല്ലാ. പടച്ചറബേ, എന്തെല്ലാം ഖൈറാത്തുകൾ നീ നൽകുന്നുണ്ടോ അതൊക്കെ നീ നൽകണം അല്ലാ. റഹ്മാൻ റഹീമുമായ രാജാതിരാജനായ റഹ്മാനെ, പടച്ചറബേ, റഹ്മാനായ നാഥാ, അവരെല്ലാവരും എന്തെല്ലാം നിയാത്തുകൾ മനസ്സിൽ കരുതിക്കൊണ്ട് ദുആ വസിയത്ത് ചെയ്തവരാണോ ഒക്കെ നീ സഫലമാക്കി കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, ക്യാൻസറിന്റെ തീരാ വേദനയിൽ കഴിയുമ്പോഴും അവസാന പ്രതീക്ഷ എന്നോണം എല്ലാ ചികിത്സകളും പരാജയപ്പെട്ട് എല്ലാ ഡോക്ടർമാര് കൈമലർത്തി കഴിയുമ്പോഴും അവസാന പ്രതീക്ഷ എന്നോണം ഈ സാധുക്കളോടൊപ്പം ദുആഇന് വന്ന എത്രയോ ആളുകളുണ്ടല്ലോ അല്ലാ. പടച്ചവനെ, അത്ഭുതകരമായ ഒട്ടേറെ അനുഭവങ്ങൾ ഞങ്ങൾ കണ്ടവരാണല്ലോ അല്ലാ. ഇന്നേ വരെ അത്ഭുതകരമായ നൂറുകണക്കിന് അനുഭവങ്ങളെ കാണിച്ച അല്ലാ, ആ സഹോദരിക്ക് നീ പരിപൂർണമായ നീ ശിഫ നൽകി അനുഗ്രഹിക്കണേ അല്ലാ. കോടാന കോടികളുടെ ബാധ്യത കിട്ടാനുള്ള ആ സഹോദരന്റെ ബാധ്യത നീ നിറവേറ്റി കൊടുക്കണം അല്ലാ. ആ ബാധ്യത പൂർത്തീകരിച്ച് കിട്ടിയാൽ ഈ പരിശുദ്ധമായ ഭവനം പൂർണ്ണമായി നിർമ്മിച്ചു തരാമെന്ന് പറഞ്ഞ ആ മനസ്സിന്റെ ആഗ്രഹത്തിന് നീ ബറക്കത്തോടെ പൂർത്തീകരിച്ചു കൊടുക്കണമല്ലാ. അല്ലാഹു, എത്ര കോടികളുടെ ബാധ്യതകൾ ഉണ്ടെങ്കിലും പടച്ചവനെ, നീ ബറക്കത്തിന്റെ വഴി തുറന്നാൽ നടക്കാത്തതില്ലല്ലോ അല്ലാ. നീ അതിനുള്ള വഴി തുറന്നു കൊടുക്കണേ അല്ലാ. അർഹമുർ റഹീമായ റബ്ബേ, കാരുണ്യവാനായ അല്ലാ, അതുപോലെ ശാരീരികമായി, മാനസികമായി, സാമ്പത്തികമായി വിവിധ രൂപത്തിലൂടെ കഷ്ടപ്പെടുന്ന തളർച്ചയും തകർച്ചയും അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ആയിരങ്ങൾ പതിനായിരങ്ങൾ ഉണ്ട് അല്ലാ. അവർക്കെല്ലാവർക്കും നീ എല്ലാവിധ ഖൈറും നൽകണം അല്ലാ. ആ നിയ്യത്തുകളെയൊക്കെ നീ സഫലമാക്കണം റഹ്മാനെ. അല്ലാഹു, ഈ ഉമ്മത്തിനെ നീ സഹായിക്കണം അല്ലാ. നീ രക്ഷപ്പെടുത്തണേ അല്ലാ. അർഹമുർ റഹീമായ റബ്ബേ, ഈ ഉള്ളവന്റെ മുഅ്മിനീങ്ങൾ പടച്ചവനെ, ഈ പരിശുദ്ധമായ സ്ഥാപനത്തിന് കുറഞ്ഞ കാലത്തിനിടയിൽ ഒരുപാട് സഹായിച്ചവർ, കരുനാഗപ്പള്ളിയിലും പരിസര പ്രദേശങ്ങളിലും ദീനിന്റെ പ്രവർത്തനങ്ങളിൽ സജീവമായവർ, MSSന്റെ പ്രവർത്തനങ്ങളിലൂടെ ഉൾപ്പെടെ ദീനിന്റെ മാർഗത്തിൽ നിന്റെ മനുഷ്യരെ സാധുക്കളെ സഹായിക്കുന്നവർ, അല്ലാഹു, അവർ ഇന്ന് ഈ സ്ഥാപനത്തിന്റെ സഹായികളായി വന്നിട്ടുണ്ട് അല്ലാ. പടച്ചവനെ, അവരുടെ നിയ്യാത്തുകളെ നീ കബൂലാക്കണം അല്ലാ. അവരിന്നേ വരെ ചെയ്ത പുണ്യകർമ്മങ്ങളെ കബൂലാക്കണേ അല്ലാ. 20ഓളം ഭവനങ്ങൾ സാധുക്കളായ പാവങ്ങളായ നിന്റെ അടിമകൾക്ക് ഭവനം നിർമ്മിച്ചു നൽകിയ വലിയ ബാധ്യത ഏറ്റെടുത്തവരാണ് റബ്ബേ. കോടിക്കണക്കിന് രൂപയുടെ ബാധ്യതയുള്ള സഹായങ്ങൾ നൽകിയവരാണ് അല്ലാ. ആ കൂട്ടായ്മ നീ സഹായിക്കണം അല്ലാ. ഐശ്വര്യം നൽകണേ അല്ലാ. ബറക്കത്ത് നൽകണം അല്ലാ. അതിലെ ഓരോ വ്യക്തികളുടെ മനസ്സിന്റെ മുറാദുകളെ നിറവേറ്റണം റബ്ബേ. അവരുടെ വ്യക്തി ജീവിതം, കുടുംബ ജീവിതം, ഉപജീവന മാർഗം, വരുമാന മാർഗങ്ങൾ, തൊഴിൽ മേഖല ഒക്കെ നീ ഐശ്വര്യത്തിലും ബറക്കത്തിലും ആക്കി കൊടുക്കണേ അല്ലാ. ഒരുപാട് ദൂരം യാത്ര ചെയ്ത് ഇവിടെ എത്തുമ്പോൾ അവർ മനസ്സിൽ കരുതിയ നിന്റെ സാധുക്കളോടൊപ്പം ഈ ദുആഇന്റെ പ്രതീക്ഷ മാത്രമാണുള്ളത് റബ്ബേ. അതൊക്കെ നീ പരിപൂർണമായി സഫലമാക്കി കൊടുക്കണം അല്ലാ. ഈ ദുആഇനെ നീ സ്വീകരിക്കണേ അല്ലാ. പടച്ചവനെ, എല്ലാത്തിനും ഉപരിയായി നിന്റെ മുമ്പിലേക്ക് ഞങ്ങൾ അങ്ങേയറ്റത്തെ വിനയത്തോടെ പ്രതീക്ഷയോടെ കൈനീട്ടുന്നു അല്ലാ.
നിന്റെ കഷ്ടപ്പെടുത്തപ്പെടുന്ന അടിമകളോടൊപ്പം ചെയ്യുന്ന ദുആ നീ സ്വീകരിക്കുമല്ലോ അല്ലാഹ്. സാധുക്കളായ അനാഥകളായ സ്ഥാപനത്തിലെ മക്കളോടൊപ്പമുള്ള ദുആ നീ സ്വീകരിക്കുമല്ലോ അല്ലാഹ്. പടച്ചവരെ, ഞങ്ങളുടെ നാടും രാജ്യവും ഒരു കാലമുണ്ടായിരുന്നല്ലോ അല്ലാഹ്, ഏകോദര സഹോദരങ്ങളെ പോലെ ഒരുമയോടെ ജാതി മത വർഗവർണ്ണ വ്യത്യാസങ്ങൾക്ക് അതീതമായ ഒരുമയോടെ കഴിഞ്ഞിരുന്ന സുന്ദരമായ ഒരു കാലം ഞങ്ങളുടെ ഓർമ്മയിലുണ്ട് റബ്ബേ. അതെല്ലാം തകർന്ന് തരിപ്പണമായി അസ്തമിച്ച് ഇന്ന് വർഗീയതയുടെ വിഷലിപ്തമായ ഒരു അന്തരീക്ഷം ഞങ്ങളുടെ നാട് മുഴുവനും പടർന്നിരിക്കുന്നു അല്ലാഹ്. രാജ്യം മുഴുവൻ പടർന്നിരിക്കുന്നു റബ്ബേ. മുസ്ലിമായി പോയ സമൂഹമായി പടച്ചവനെ, മുസ്ലിമായി ജനിച്ചവരെ ഏറ്റവും ഭീഷണി നേരിടുന്ന അവസ്ഥയിലൂടെ കടന്നു പോകുന്നു അല്ലാഹ്. ഈ ഉമ്മത്തിനെതിരെ രാജ്യം മുഴുവനും അധികാരികൾ മുഴുവനും ഒന്നായി ഒന്നിച്ചു മാറുന്ന ദയനീയമായ ഭയാനകമായ കാഴ്ചയിലൂടെ ഞങ്ങളുടെ രാജ്യം കടന്നു പോകുന്നു അല്ലാഹ്. പടച്ചവനെ, ഈ തരുണത്തിൽ നിന്റെ അഭൗതികമായ സഹായം നൽകണം അല്ലാഹ്. നിന്റെ അഭൗതികമായ സഹായം നൽകണം അല്ലാഹ്. പടച്ചവനെ, ഫിർഔനിന് അധികാരം കൊടുത്ത കാലത്ത് പടച്ചറബ്ബേ ന്യൂനപക്ഷമായ മൂസാ നബിക്ക് സഹായം കൊടുത്ത അല്ലാഹ്. അധികാരിയായ നമ്രൂദിന്റെ മുമ്പിൽ ഒറ്റയാനായി ഇബ്രാഹിം നബിക്ക് സഹായം കൊടുത്ത അല്ലാഹ്. ലോകത്തിലെ ഏതെല്ലാം അധികാരികൾ എത്ര വലിയ ശക്തിയുമായി ഒരുമിച്ച് കൂടിയെങ്കിലും അവരുടെ മുമ്പിലെല്ലാം നിന്റെ അടിമകളായ ഈ ഉമ്മത്തിനെ സഹായിച്ച അല്ലാഹ്. ഈ അധികാരികളെല്ലാം മനസ്സുകളെ നീ ഞങ്ങൾക്ക് അനുകൂലമാക്കണേ അല്ലാഹ്. ഈ ഉമ്മത്തിന്റെ പള്ളികൾ, മദ്രസകൾ, വഖഫിന്റെ സംവിധാനങ്ങൾ, ഈ രാജ്യം മുഴുവനുമുള്ള സംവിധാനങ്ങളെ നീ കാക്കണേ അല്ലാഹ്. പടച്ചവനെ, ഉമ്മത്തിന്റെ സ്ഥാപനങ്ങളെ മുഴുവനും പിടിച്ചെടുക്കാൻ അക്രമത്തിന്റെ മനസ്സോടെ അധികാരികൾ ഇറങ്ങി പുറപ്പെടുമ്പോ അവരെ കൈക്ക് നീ പിടിക്കണം അല്ലാഹ്. ഈ ഉമ്മത്തിന് വേണ്ടി കഷ്ടപ്പെട്ട് പ്രതീക്ഷയോടെ കാലം കൊണ്ടുവന്ന ഒരു സ്ഥാപനങ്ങളും ഒരു സംരംഭങ്ങളും നഷ്ടപ്പെട്ടു പോകാൻ നിന്റെ അഭൗതികമായ സഹായം നീ നൽകണം അല്ലാഹ്. അല്ലാഹുവേ, അടുത്ത ദിവസം ഈ സംസ്ഥാനത്തിന്റെ പഞ്ചായത്തിന്റെ ഇലക്ഷനാണ് റബ്ബേ. നമ്മുടെ നാടിന്റെ പ്രതിനിധികൾ തിരഞ്ഞെടുക്കപ്പെടുകയാണ് റബ്ബേ. അവരിൽ ആരെങ്കിലും നാളുകളുടെ വലിയ അധികാരത്തിലേക്ക് ഉയർന്നു പോകുന്നവരുൾപ്പെടെ ഉണ്ടാകും റബ്ബേ. അല്ലാഹുവേ, അവരിൽ ഒരാൾ പോലും പടച്ചവരെ അവരുടെ മനസ്സുകൾ ഏതെങ്കിലും അർത്ഥത്തിൽ, ഏതെങ്കിലും രൂപത്തിൽ ഈ ഉമ്മത്തിനോട്, ഈ സമുദായത്തിനോട് ശത്രുതയുള്ളവരാണെങ്കിൽ അവരുടെ മനസ്സിലെ മുഴുവൻ തെറ്റിദ്ധാരണയും മാറ്റി കൊടുക്കണം അല്ലാഹ്. ആ മനസ്സുകളെ ഉമ്മത്തിന് അനുകൂലമാക്കണേ അല്ലാഹ്. പടച്ചവനെ, ഉമ്മത്തിന്റെ സഹായികളാക്കണേ അല്ലാഹ്. അല്ലാഹു, ഉമ്മത്തിനെ സഹായിക്കുന്ന, ഈ ഉമ്മത്തിനോട് സ്നേഹം കാണിക്കുന്നവരെല്ലാം നീ വിജയിപ്പിക്കണം അല്ലാഹ്. ഈ ഉമ്മത്തിനോട് ശത്രുത നിലനിർത്തിക്കൊണ്ട് അവസാനം വരെയും പരിശ്രമിക്കാൻ ആഗ്രഹിക്കുന്നവർ, പടച്ചവനെ, കാഫിറെ ഹർബിയകളായി ജീവിക്കാൻ തന്നെ തീരുമാനമെടുത്തവർ, എന്തെല്ലാം മുന്നിൽ വന്നാലും ഈ ഉമ്മത്തിനെ നശിപ്പിച്ചേ അടങ്ങൂ എന്ന് കരുതി മുന്നോട്ട് പോകുന്നവർ, അവരിൽ ഓരോ വ്യക്തികളും ആര് മത്സരിക്കുന്നുണ്ടെങ്കിലും പടച്ചവനെ, അവരുടെ ജയപരാജയം തീരുമാനിക്കുന്നവൻ നീയാണല്ലോ അല്ലാഹ്. ഏത് വോട്ടിംഗ് മെഷീനിൽ എത്ര വലിയ നിയന്ത്രണം നടത്തിയാലും, എത്ര വലിയ കൺട്രോളിംഗ് നടത്തിയാലും നിന്റെ പ്രത്യേകമായ സഹായം കൊണ്ട് പടച്ചവനെ അവരെ നിർത്തേണ്ടിടത്ത് നീ നിർത്തണം അല്ലാഹ്. ഈ ഉമ്മത്തിനെ നീ സഹായിക്കണം അല്ലാഹ്. ഫിർഔനിനെ, നമ്രൂദിനെ, ഖാറൂനിനെ, ഹാമാനിനെ കൈകാര്യം ചെയ്ത റബ്ബേ, ഏതക്രമിയാണെങ്കിലും അവരെ നീ നിലക്ക് നിർത്തണേ അല്ലാഹ്. ഈ ഉമ്മത്തിനെ നീ സഹായിക്കണം അല്ലാഹ്. പടച്ചവനെ, ലോകത്തിന്റെ നാനാഭാഗങ്ങളിലായി ഈ ഉമ്മത്ത് കഷ്ടപ്പെടുത്തപ്പെടുന്നുണ്ട് റബ്ബേ. ഫലസ്തീനിന്റെ, സുഡാനിന്റെ, എത്യോപ്യയുടെ, യമനിന്റെ, ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ ഈ ഉമ്മത്തിൽ കഷ്ടപ്പെടുന്ന പലരുമുണ്ട് റബ്ബേ. അവർക്ക് നീ ഈമാനും ഇസ്തിഖാമത്തും കൊടുക്കണം അല്ലാഹ്. അവർക്ക് നീ മനസ്സുറപ്പ് നൽകണേ അല്ലാഹ്. ഈ ദുആ നീ സ്വീകരിക്കണം അല്ലാഹ്. പടച്ചവനെ, ഇവിടെ വന്നു ചേർന്ന ഈ മജ്‌ലിസിൽ എത്തിച്ചേർന്നവർ, ഇവിടെ എത്താൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും 1000 ദുആഇന്റെ വസിയത്തുകളുമായി പ്രതീക്ഷയോടെ കഴിഞ്ഞു കൂടുന്നവർ ആരെല്ലാം ഉണ്ടോ അല്ലാഹു, ഇവിടെ വന്നു ചേർന്ന MSSന്റെ പ്രവർത്തകരോടൊപ്പം വന്നവർ, അവരോട് ദുആ വസിയത്തുമായി പറഞ്ഞു വിട്ടിട്ടുള്ള ആളുകൾ ഉൾപ്പെടെ ആരെല്ലാം എന്തെല്ലാം നിയാത്തുകളുമായി ദുആ കൊണ്ട് വസിയത്ത് ചെയ്തോ, അവരുടെ മനസ്സുകളും ആവശ്യങ്ങളും ആഗ്രഹങ്ങളും അഭിലാഷങ്ങളും അറിയുന്ന റബ്ബേ, ഈ ദുആഇന്റെ മജ്‌ലിസിനെ നീ അല്ലാഹ് നീ ഖബൂലാക്കി അനുഗ്രഹിക്കണേ അല്ലാഹ്. اللهم إنك تعلم ذنوبنا فاغفرها وتعلم عيوبنا فاسترها وتعلم أمراضنا فاشفها وتعلم حاجاتنا فاقضها يا قاضي الحاجات. ربنا آتنا في الدنيا حسنة
وفي الآخرة حسنة وقنا عذاب النار آمين برحمتك يا أرحم الراحمين والحمد لله رب العالمين بحق صلى الله على